നമസ്കാരം, ഞാൻ രഹല കൃഷ്ണ. ഗോവ സ്വദേശിയായ യുവതിയെ ജോലി വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു. ഒപ്പം 3,50,000 രൂപയോളം യുവതിയിൽ നിന്നും തട്ടിയെടുത്തു എന്ന് വെളിപ്പെടുത്തുന്നുണ്ട്. യുവതിയെ ഹോട്ടൽ മുറിയിൽ കൊണ്ടുപോയി തന്ത്രപരമായി ഭീഷണിപ്പെടുത്തി പീഡിപ്പിക്കുകയായിരുന്നുവെന്നായിരുന്നു യുവതി പറഞ്ഞത്. എറണാകുളം സ്വദേശിയായ മനോജിനെ എറണാകുളം സെൻട്രൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. OLXിലെ പരസ്യം കണ്ടാണ് യുവതി മനോജുമായി ബന്ധപ്പെടുന്നത്. ഒപ്പം OLXിൽ പരസ്യം നൽകുന്നത് സ്ത്രീകളുമായി ബന്ധപ്പെടാനാണെന്നും സ്ത്രീകളെ മുന്നിൽ നിർത്തിയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നീട് പ്രതി സ്വന്തമായി പമ്പുണ്ടെന്നും അവിടെ ജോലി വാഗ്ദാനം നൽകുകയും 30,000 രൂപ സാലറി വാഗ്ദാനം ചെയ്യുകയായിരുന്നു ചെയ്തത്. അന്നേരം യുവതി എറണാകുളത്തെത്തുകയും സന്ദർശനത്തിന് ആവശ്യപ്പെടുകയും ചെയ്തു. ബുദ്ധിമുട്ട് പ്രകടിപ്പിക്കുകയും ജോലിയുമായി ബന്ധപ്പെട്ട് യുവതി എറണാകുളത്തെത്തുകയും മനോജിനെ കാണാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഇപ്പോൾ സമയമില്ല, കാണാൻ ബുദ്ധിമുട്ടാണെന്ന് യുവതിയോട് പറയുകയും സമയമാവുമ്പോൾ യുവതിയെ വന്ന് നേരിൽ കാണാമെന്നും പറഞ്ഞുകൊണ്ട് യുവതിക്കൊരു ഹോട്ടൽ മുറിയിൽ റൂം എടുത്തു കൊടുത്തു. പിന്നീട് മനോജ് ഹോട്ടൽ മുറിയിലെത്തി യുവതിയെ കാണാൻ ആവശ്യപ്പെടുകയും ഹോട്ടൽ മുറിയിൽ തന്ത്രപരമായി കയറി യുവതിയെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചു എന്നായിരുന്നു യുവതി വെളിപ്പെടുത്തുന്ന വിവരം. യുവതി തന്ത്രപരമായി കുരുക്കാൻ ശ്രമിച്ചുവെങ്കിലും വിവാഹ വാഗ്ദാനം എന്ന നാടകമിറക്കി രക്ഷപ്പെടുകയായിരുന്നു മനോജ്. ബസ് സ്റ്റാൻഡിലേക്ക് മനോജ് കാണാൻ വരാമെന്ന് പറഞ്ഞായിരുന്നു യുവതി ബസ് സ്റ്റാൻഡിലേക്ക് പോയത്. 2 മണിക്കൂറോളം അവിടെ കാത്തുനിന്നിട്ടും പ്രതിയെ കാണാത്തതുകൊണ്ട് യുവതി അന്നേ സമയം തിരിച്ചു ഗോവയിലേക്ക് പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇയാളുടെ പ്രധാന പരിപാടി OLXിൽ പരസ്യം നൽകുക, യുവതികളുമായി ബന്ധപ്പെടുക, അവരിൽ നിന്നും കാശ് തട്ടിയെടുക്കുക എന്നതായിരുന്നു. പിന്നീട് പ്രതിയുടെ സുഹൃത്തുക്കൾ ഫേസ്ബുക്ക് ഫ്രണ്ട്സ് വഴി പ്രതിയുടെ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കുകയും സുഹൃത്തുക്കൾ മുഖാന്തരം പോലീസിൽ കേസ് കൊടുക്കുകയുമായിരുന്നെന്നാണ് യുവതി പറയുന്നത്. പിന്നീട് 144 രഹസ്യമൊഴി പ്രകാരം അറസ്റ്റ് ചെയ്തെന്നായിരുന്നു ഇപ്പോൾ കിട്ടിയ വിവരം. പീഡനത്തിനിരയായ യുവതിയെ കൂടുതൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സിറ്റി ന്യൂസ് പുറത്തുവിടുന്നതായിരിക്കും. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് യുവതിയുടെ ശബ്ദരേഖ ഞങ്ങൾ പുറത്തുവിടുന്നു. സംഭവം നടന്നതെന്ന് ചോദിച്ചാല് OLXിൽ ഒരു പരസ്യം കണ്ടു, ജോലിക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ വേണ്ടി ലേഡീസ് സ്റ്റാഫിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് OLXിൽ പരസ്യം കണ്ടു. പരസ്യം കണ്ടിട്ട് ഞാൻ വിളിച്ചപ്പോ പറഞ്ഞു പിന്നെ ആവശ്യമുണ്ട് വന്നോന്ന് പറഞ്ഞു. ആദ്യം അങ്ങനെ വന്നു പറഞ്ഞു. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞു ഇപ്പൊ വരരുത്, പെട്രോൾ പമ്പിന്റെ പണിയൊന്നും ആയില്ല, പണി ആയി കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോ ഓക്കെ പറഞ്ഞു. എന്നിട്ട് ഞാന് വേറെ ഞാൻ ഇവിടെ പണിയെടുക്കുമായിരുന്നു നമ്മുടെ നാട്ടിലെ. പിന്നെ ഒരു 15 ദിവസം കഴിഞ്ഞ് ഇയാൾ വിളിച്ചപ്പോ പിന്നെ ഇയാൾ പറഞ്ഞു പിന്നെ എന്റെ ഫോട്ടോ CV എല്ലാം അയച്ചു തരാൻ പറഞ്ഞു, ജോലിക്കല്ലേ എന്ന് പറഞ്ഞ ഒരു ഫോട്ടോ CV ഇല്ല എന്റെ കയ്യിൽ. ഞാൻ ഫോട്ടോ അയച്ചു കൊടുത്തു. ഫോട്ടോ അയച്ചു കൊടുത്തപ്പോ അയാൾ ചോദിച്ചു എന്തിനാ ഇങ്ങനെ പണി അന്വേഷിക്കുന്ന എന്തിനാ ഇത്ര ദൂരം ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് കുടുംബം നോക്കാൻ വേണ്ടിട്ടാണ്, സുഖമില്ലാതിരിക്കുന്ന ഭർത്താവാണ്, പിന്നെ 2-3 പെൺമക്കളാണ്. അതുകൊണ്ട് എനിക്ക് അതിനാണ് പണിയെന്ന് പറഞ്ഞു. കേൾക്കുന്നുണ്ടോ ശരിക്കും? കേൾക്കുന്നു, പറഞ്ഞാ മതി, കേൾക്കുന്നു. എന്നിപ്പോ പിന്നെ ഞാൻ പറയുകയും ചെയ്തു എനിക്ക് കുറച്ച് കടബാധ്യതയുണ്ട്. കടമല്ല, പിന്നെ സ്വർണ്ണമെല്ലാം ഇപ്പൊ പണയം വെച്ചിട്ടുണ്ട്, അത് എനിക്ക് പോവാന്ന്, ലേലത്തിൽ പോവാന്ന് എന്റെ സ്വർണ്ണം. അതുകൊണ്ട് അതെല്ലാം എടുക്കണം. പിന്നെ എനിക്ക് അതിനാണ് ഞാൻ പണി. അപ്പൊ അയാൾ ആദ്യം ചോദിച്ചായിരുന്നു നിങ്ങളെ നാട്ടിൽ എന്താ പണി കിട്ടൂലേ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ പണിക്ക് പൈസ കുറവാ, ഒരു വീട്ടു പണിയാണെങ്കിൽ എന്ത് പണിയാണെങ്കിലും കുറച്ച് പൈസ കുറവാ. അപ്പൊ കേരളത്തിലാവുമ്പോ നല്ല പൈസ ഉണ്ടല്ലോ. ഇയാള് OLXില് 30,000 പൈസ ഇട്ടിട്ടുണ്ടായി ജോലിക്ക്. അപ്പൊ ഞാൻ വിചാരിച്ചു ആ പണിയാ നല്ലത്, എന്റെ സ്വർണം എടുക്കാം, പിന്നെ കുടുംബവും കഴിയാ, ഭർത്താവിന് സുഖമില്ല, പണിയെടുക്കാൻ പോകാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയാണ് ഈ ജോലിക്ക് ഞാൻ അന്വേഷിക്കുന്നത് തന്നെ. അപ്പൊ സ്വർണത്തിന്റെ കാര്യം പറഞ്ഞപ്പോ അയാള് അത് മനസ്സിൽ പിടിച്ചു കേട്ടോ. അയാൾ സ്വർണം എടുക്കാനാന്ന് പറഞ്ഞേരോ. അപ്പൊ പിന്നെ ഫോൺ വെച്ച് പിന്നെ 2-3 ദിവസം കഴിഞ്ഞ് പിന്നെ ഇയാൾ വിളിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു പണി ശരിയായോ? ഇനി 2 ദിവസം കൂടി ഉണ്ട് പണി, പെയിന്റ് അടി നടന്നോണ്ടിരിക്കുന്നു പറഞ്ഞു. എന്നിട്ട് പിന്നെ പറഞ്ഞു പിന്നെ സ്വർണം എത്ര പൈസക്കാ വച്ചത്, അങ്ങനെ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു പിന്നെ കുറച്ച് സ്വർണം ഉണ്ട്, അതെങ്ങനെയെങ്കിലും പണിയെടുത്തിട്ട് എടുക്കണം എന്നാണ് ഇങ്ങനെ പറഞ്ഞ്.
അപ്പൊ അയാൾ പറഞ്ഞു, പിന്നെ അയാള് 2 ദിവസം കഴിഞ്ഞ് അയാൾ ഫോൺ വിളിച്ചപ്പോ പറഞ്ഞു, പിന്നെ എനിക്ക് പെട്ടെന്ന് എനിക്ക് പെട്രോൾ പമ്പിന് പിന്നെ പെട്രോൾ അടിക്കാനാ, പെട്രോൾ നിറച്ച് വെക്കണ്ടേ പുതിയ പമ്പില്. പുതിയ പമ്പില് പെട്രോൾ നിറച്ച് വെക്കാനാ, അതിന് വേണ്ടി പെട്ടെന്ന് എനിക്ക് പൈസ വേണം. പിന്നെ ഇപ്പൊ എനിക്ക് കിട്ടാനുണ്ട്, പിന്നെ ഈ ചിട്ടി എന്താ പറയാ, ഒരു ചിട്ടീന്ന് എടുക്കാനുണ്ട്. പിന്നെ അത് 6-ാം തീയതി, പിന്നെ ജനുവരി 6-ന് കിട്ടൂലൂന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, നീ ജനുവരി 3-ാം തീയതി വന്നോന്ന് പറഞ്ഞു പണിക്ക്. ജനുവരി 6-നാകുമ്പോ തന്നെ പെട്രോൾ പമ്പിന്റെ പണിയെല്ലാം ശരിയാവും ചെയ്യുന്നു പറഞ്ഞു. എന്നിപ്പോ ഇയാള് പറഞ്ഞു, ആ സ്വർണ്ണം പിന്നെ എടുത്ത് മറച്ചു വെച്ചിട്ട് എനിക്ക് പെട്ടെന്ന് കുറച്ച് പൈസ വേണം, എടുത്തു തരാൻ പറ്റുമോ ചോദിച്ചു. അപ്പൊ ഞാൻ ഇയാളെ നേരിൽ ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ല. അപ്പൊ ഇയാൾ അങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് പൈസ നീ വന്നാല് ഞാൻ തിരിച്ചു വരാം, പിന്നെ 6-ാം തീയതി പണി തുടങ്ങണം, അന്ന് തന്നെ ഞാൻ തിരിച്ചു തരാന്നെല്ലാം പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്റെ കയ്യിൽ പൈസ ഇല്ല, എന്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഞാൻ പണിക്ക് വരില്ലല്ലോ. അപ്പൊ ഇയാൾ പറഞ്ഞു, സ്വർണ്ണം എടുത്ത് മറിച്ച്. അന്നേരം എനിക്കറിയില്ലായിരുന്നു സ്വർണ്ണം എടുത്ത് മറിച്ച് വെച്ചാല് പൈസ കിട്ടുന്ന എനിക്കറിയില്ലായിരുന്നു. ഇയാള് പറഞ്ഞു തന്ന്, പിന്നെ സ്വർണ്ണം മറിച്ച് വെച്ച് പൈസ എടുത്ത് വെച്ചപ്പോ 6-ാം തീയതി തരാന്നും പറഞ്ഞു. അന്നപ്പോ ആന്നും പറഞ്ഞ് ഞാൻ കുറച്ച് പൈസ അയച്ചു കൊടുത്തു. അങ്ങനെ കുറച്ച് പൈസ ഇയാൾ ഓരോരോ ദിവസം വിളിച്ചിട്ട് ഓരോരോ കാരണം, അമ്മ ചത്തു, അച്ഛൻ ചത്തു, ഡ്രൈവർ ചത്തു, പിന്നെ ആക്സിഡന്റ് ആയി, അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് കാരണങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കും ഇയാള്. എന്നിട്ട് ഇയാൾ പറഞ്ഞു കുറച്ച് പൈസ ആയിട്ട് എങ്ങനെയെങ്കിലും ആ സ്വർണ്ണം പിന്നെ മറിച്ച് എടുത്തിട്ട് പൈസ താ പറഞ്ഞ് ഞാൻ കുറച്ചായിട്ട് ഇയാൾക്ക് പൈസ എടുത്തു കൊടുത്തു. എത്ര രൂപ നിങ്ങള് അയാൾക്ക് കൊടുത്തത്? അയാൾക്ക് കൊടുത്തത് 3,40,000 കൊടുത്തു. ഒരു പരിചയമില്ലാതെയാണോ നിങ്ങൾ ഇത് കൊടുത്തത്? പരിചയമൊന്നുമില്ല. പരിചയം പറഞ്ഞ ഈ പണി എന്നോട് പറഞ്ഞു 6-ാം തീയതി വന്നാല് പണി തുടങ്ങുന്ന സമയത്ത് കിട്ടി, അന്ന് 6-ാം തീയതി കിട്ടുകയും ചെയ്യും, അന്ന് തന്നെ നിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആക്കാം ആ പൈസ, എന്നിട്ട് പണി സ്റ്റാർട്ട് ആക്കിക്കോന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞു വിശ്വസിപ്പിച്ചു അല്ലേ? വിശ്വസിപ്പിച്ചു. അപ്പം എന്താ ചെയ്യാ, എന്റെ പറ്റിപ്പോയി. കൊടുത്തിട്ട് പിന്നെ ഇയാള് പറഞ്ഞു, പിന്നെ 3-ാം തീയതി പിന്നെ വണ്ടി കയറിക്കോ എന്ന് പറഞ്ഞു. ഞാൻ 3-ാം തീയതി ജോലിക്കായിട്ട് വാന്ന് പറഞ്ഞിട്ട് 3-ാം തീയതി ഞാൻ പോയി കഴിഞ്ഞപ്പോ ഞാൻ അവിടെ എത്തിയപ്പോ അയാൾ പറഞ്ഞു, പിന്നെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ഇവിടുന്ന് വരുന്നതാണ്, ദൂരത്തുനിന്ന് വരുന്നല്ലേ. എവിടുന്നാ നിങ്ങൾ വന്നത്? മടുകാവുന്ന്. കണ്ണൂരോ? കണ്ണൂരിന്നല്ല, മംഗലാപുരം. എന്നിട്ട് അയാള് പിന്നെ 3-ാം തീയതി വന്നാ പറഞ്ഞിട്ട് ഞാൻ 3-ാം തീയതി വണ്ടി കയറി അവിടെ എത്തി, 4-ാം തീയതി അവിടെ എത്തി. എന്നിട്ട് അയാള് പറഞ്ഞു, പിന്നെ അയാളെ വിളിച്ചപ്പോ അയാൾ പറഞ്ഞു, പിന്നെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലേക്ക് നടന്നിട്ട് ഓട്ടോറിക്ഷക്കാരനോട്, പിന്നെ എനിക്കപ്പോ സ്ഥലമൊന്നും എനിക്ക് അറിയില്ലല്ലോ എവിടെയാ പണിയെന്നൊന്നും. അപ്പൊ ഓട്ടോറിക്ഷക്കാരന് ഫോൺ കൊടുക്കാൻ പറഞ്ഞു. ഫോൺ എടുത്തിട്ട് ഇയാൾ പറഞ്ഞു, പിന്നെ അവിടെ ഒരു ബാറുണ്ട്, ബാറും റെസ്റ്റോറന്റും, പിന്നെ ഇത് ലോഡ്ജില്ലേ, ലോഡ്ജിന്റെ അവിടെ ഏറ്റവും കൊണ്ട് നിർത്താനാ ഇയാളോട് പറഞ്ഞത്, ഈ പിന്നെ റിക്ഷക്കാരനോട്. അപ്പൊ എന്നിട്ട് ഇയാൾ അവിടെ കൊണ്ട് നിർത്തിയിട്ടും എന്റെ വിചാരം എന്താ, അയാൾ അങ്ങോട്ട് എന്നെ കൂട്ടാൻ വരുന്നോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു വിടുന്നോ അല്ല, ഞാൻ വിചാരിച്ചു അവിടെ നിക്കുവാന്ന് ഞാൻ. അപ്പൊ എന്നിട്ട് ഇയാളെ ഞാൻ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാനിവിടെ മുമ്പിൽ വന്ന് നിക്കുവാന്ന്, ഈ ലോഡ്ജിന്റെ എല്ലാം ഇവിടെ വന്ന് നിക്കുവാന്ന്, ഇപ്പൊ ഇനി എന്താ ചെയ്യാ, കൂട്ടാൻ വരുന്നുണ്ടോ ഇല്ലയോ ചോദിച്ചു. ചോദിച്ചപ്പോ പറഞ്ഞു, പിന്നെ എനിക്ക് എന്റെ ഗാഡിയെല്ലാം, എന്റെ വണ്ടി ബ്ലോക്കാണ്, അതുകൊണ്ട് പിന്നെ ബ്ലോക്കിൽ പെട്ട് കിടക്കുവാണ്, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, ആ അടുത്തുള്ള ലൂസിയ എന്ന് പറഞ്ഞൊരു പിന്നെ ഇതുണ്ട് ലോഡ്ജ്, അവിടെ എറണാകുളത്തില്ലേ, ലോഡ്ജിന്റെ അവിടെ പോയിട്ട് പിന്നെ ആ ലോഡ്ജിന്റെ മാനേജർക്ക് പിന്നെ ഫോൺ കൊടുക്കാൻ പറഞ്ഞു. ഫോൺ എടുത്തപ്പോ അയാൾ പറഞ്ഞു ഞാൻ ബുക്ക് ആക്കിയിട്ടുണ്ട്. അപ്പൊ അയാൾ ബുക്ക് ആക്കിയിട്ടുണ്ടായി നേരത്തെ അവിടെ, എനിക്കറിയില്ലായിരുന്നു, ബുക്കാക്കിയൊന്നും അറിയില്ലായിരുന്നു. അപ്പൊ അയാൾ ഫോൺ എടുത്തപ്പോ അയാൾ പറഞ്ഞു, പിന്നെ കമ്പ്യൂട്ടറിൽ നോക്കപ്പോ അയാൾ കണ്ട് അയാളെ പേരിൽ പിന്നെ ബുക്കാക്കിയിട്ടുണ്ട് റൂം. അപ്പൊ 2,000 രൂപ അയാൾ ഗൂഗിൾ പേ വഴി അയച്ചു കൊടുത്തു, റൂമിന്റെ പൈസ. പിന്നെ 500 രൂപ, 2,500 അല്ലേ റൂമിന്. അപ്പൊ
500 രൂപ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. അങ്ങനെ എന്നിട്ട് അമ്മ എന്നോട് പറഞ്ഞു പിന്നെ നാളെ പണിയെല്ലാം ശരിയാവും, പിന്നെ പണിയെടുത്ത് പെയിന്റ് എല്ലാം അടിച്ചു കഴിഞ്ഞ് നാളെ ശരിയാവും, ഇന്ന് ഒരു രാത്രി അവിടെ നിന്നേ പറ്റൂന്ന് പറഞ്ഞു. എവിടെ? ആ റൂമില് നിന്നേ പറ്റുന്ന പറഞ്ഞ് ഞാൻ പിന്നെ ഞാൻ ഇത്രയും ദൂരം വന്നതല്ലേ, ഞാൻ സമ്മതിച്ചു അവിടെ നിന്ന്. നിന്ന് കഴിഞ്ഞ് കൊറേ പിന്നെ ഒരു 10 മണിയായിട്ടുണ്ടാവും. 10 മണിയായി കഴിയുമ്പോ ഉണ്ട് ഇയാള് ഫോൺ വിളിക്കുന്നുണ്ട്. ഫോൺ വിളിച്ച ഞാൻ എന്താ ചോദിച്ചാൽ പറഞ്ഞു എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഇപ്പൊ രാത്രിയിൽ ഒരു കാര്യമൊന്നും എനിക്ക് കേൾക്കണ്ട, ഞാൻ രാവിലെ പറയാ കണ്ടിട്ടെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം പണിക്ക് പോകണ്ടേ, അതുകൊണ്ട് പണിക്ക് പോകുമ്പോ കാണുമല്ലോ, അന്നേരം നമുക്ക് പറയാന്ന് പറഞ്ഞു. എന്നിട്ട് ഇയാൾ പറഞ്ഞു പിന്നെ അല്ല ഇപ്പൊ പണിയുടെ കാര്യമാണ്, നാളെ തന്നെ ഇപ്പൊ എല്ലാം തിരക്കുള്ള സമയത്ത് പറയാനൊന്നും പറ്റില്ല, അതുകൊണ്ട് ഇപ്പൊ തന്നെ പറയണമെന്ന് പറഞ്ഞിട്ട് പിന്നെ അയാൾ അങ്ങോട്ട് വന്നു. അയാൾ അങ്ങോട്ട് വന്നു കഴിഞ്ഞ് പിന്നെ സംസാരിക്കാന്നെല്ലാം പറഞ്ഞ് വാതിലെല്ലാം തുറന്ന് അവിടെ ഇരുന്ന് അപ്പൊ ഇയാൾ കുടിച്ചിട്ടുണ്ട്. കുടിച്ചിട്ടാണ് മദ്യപിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെ മദ്യപിച്ചിട്ട് ഇപ്പൊ എന്ത് വർത്താനായി പറയണ്ടേ, പൊയ്ക്കോ പുറത്ത് പൊയ്ക്കോ പറഞ്ഞു. പിന്നെ ഇതൊന്നും നടക്കൂല, അതിനൊന്നും അല്ല ഞാൻ വന്നത്, ഞാൻ കുടുംബം പോറ്റാൻ വേണ്ടി വന്നതാ. ഞാൻ അങ്ങനെയല്ല, ഞാൻ അതിനൊന്നും വന്നതും അല്ല, വേഗം പുറത്ത് പോയിക്കോ പറഞ്ഞാല് ഇയാള് എന്ത് ചെയ്തു വെച്ചാ പെട്ടെന്ന് വാതിൽ അടച്ച് പിന്നെ ഇയാള് വേണ്ടാത്തതെല്ലാം ചെയ്തു. ചെയ്തപ്പ എന്നിട്ട് ഞാൻ കൊറേ പ്രാവശ്യം പറഞ്ഞു ഞാൻ ഈ പഠിച്ച് വന്നതല്ല, അന്നേരം പറഞ്ഞു ഞാൻ ശബ്ദിച്ചാല് കൊന്നോളെന്ന് പറഞ്ഞു. ശബ്ദം ഉണ്ടാക്കിയെങ്കിൽ കൊല്ലും, ഇന്ന് ഒരു രാത്രി എന്റെ അത്ര കഴിഞ്ഞേ പറ്റൂന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പേടിച്ചിട്ട് അങ്ങനെ പേടിച്ച് അങ്ങ് കഴിയേണ്ടി വന്നു അയാളപ്പുറം. പിറ്റേ ദിവസം ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ ഇനി വീട്ടിലോട്ട് പോവില്ല, ഞാൻ ചീത്തയായില്ലേ, ഇനി ഞാൻ വീട്ടിലേക്ക് പോവില്ല, ഇനി എന്തെന്നാലും ഇവിടെ തന്നെ എന്റെ അവസാനം ഇവിടെ തന്നെ ആയിന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾ എന്താ പറഞ്ഞു, ഇല്ല ഞാൻ കല്യാണമൊന്നും കഴിച്ചതല്ല, ഞാൻ നിന്നെ കൂടെ കൂട്ടിക്കോളാം, പിന്നെ അതിന്റെ ചാവന്റെ ഒന്നും ആവശ്യമില്ല, അങ്ങനെ ഇങ്ങനെയാന്നെല്ലാം പറഞ്ഞ്. അങ്ങനെ ഞാൻ പറഞ്ഞു പിന്നെ നിങ്ങൾ ജോലി തരാന്നെല്ലാം പറഞ്ഞ് വെറും തട്ടിപ്പാക്കിയതാന്നല്ലേ, അങ്ങനെയല്ല. ഞാൻ പറഞ്ഞു എന്റെ പൈസ എങ്കിലും തിരിച്ചതാ, ഞാൻ ഒന്നും ഇല്ലാത്തടത്തുനിന്ന് എന്റെ മക്കളെ എല്ലാരും പോറ്റാനും കൂടി എനിക്ക് പൈസ ഇല്ലാത്തടത്തുനിന്ന് ഞാൻ ഇല്ലാത്ത സ്വർണ്ണം എടുത്ത് മറിച്ച് വെച്ച് തന്ന പൈസ, എന്റെ ബാക്കിയെല്ലാം ഞാൻ മറക്കാം, പക്ഷെ എന്റെ പൈസ എങ്കിലും എനിക്ക് തിരിച്ചതാന്ന് പറഞ്ഞു. എന്നാലും അയാൾ പറഞ്ഞു പിന്നെ തിരിച്ചു തരാ, പിന്നെ ഞാൻ ഇപ്പൊ അന്നേരം ആ റൂം എടുത്തപ്പോ ആ റൂമിന് 12:30 ആകുമ്പത്തേ റൂം കാലിയാവണ്ടേ പിറ്റേ ദിവസം. എന്നപ്പോ റൂമുകാരൻ പറഞ്ഞു 12:30 ആവാനായി, 12:15 പിന്നെ ആ റൂമുകാരൻ വിളിച്ചു പറഞ്ഞു 12:30 കാലിയാവണം എന്ന് പറഞ്ഞു. അപ്പൊ 12:15 വരെ ഇയാൾ അവിടെ ഉണ്ട്. അപ്പൊ 12:15 വരെ ഉണ്ട്. എന്നിട്ട് 12:15 ആകുമ്പോ ഇയാൾ പറഞ്ഞു ഏതായാലും നീ പിന്നെ ഞാൻ നിന്നെ കൊണ്ടുപോയിക്കോളാം, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യ്, നീ എല്ലാം റെഡിയായി നിന്നോ, ഞാൻ പോയി വണ്ടി എടുത്തിട്ട് വരാന്ന് പറഞ്ഞു. വണ്ടി എടുത്തിട്ട് വരാന്ന് പറഞ്ഞു പോയ ആള് 12:30 ആയിട്ട് വന്നില്ല. വരാത്തപ്പോ എന്നോട് ആ റൂമുകാരൻ പറഞ്ഞു പിന്നെ ഇങ്ങനെ ഇനി റൂമിൽ നിൽക്കാൻ പറ്റില്ല, താഴെ കൗണ്ടർ പിന്നെ അവിടെ വന്നിരുന്നാ പറഞ്ഞു. താഴെ അവിടെ വന്നിരുന്നിട്ട് ഇയാളെ ഞാൻ വിളിച്ചിട്ടാകുമ്പോ ഇയാൾ പറഞ്ഞു പിന്നെ അവിടെ ഇരിക്കണ്ട, അവിടെ കുറെ ആൾക്കാരെല്ലാം വരുകയും പോവുകയും ചെയ്യും, അതുകൊണ്ട് പിന്നെ സാധനം എടുത്തിട്ട് നേരെ KSRTC ബസ്സില്ലേ, ബസ് സ്റ്റാൻഡ്, ബസ് സ്റ്റാൻഡിന്റെ അവിടത്തേക്ക് നടന്നോന്ന് പറഞ്ഞു. നടന്നിട്ട് അവിടെ നിന്നോന്ന് പറഞ്ഞു, അങ്ങോട്ട് വരാന്ന് പറഞ്ഞു. അവിടെ ഞാന് 12:30 തൊട്ട് 4:30-5 മണി വരെ ഞാൻ അവിടെ നിന്നു. എന്നിട്ട് ഇയാൾ വന്നില്ല, വിളിച്ചിട്ട് ഇയാൾ എടുത്തില്ല. അന്ന് തൊട്ട് ഇയാൾ ഫോൺ എടുത്തില്ല, ഇതുവരെ ഫോൺ എടുക്കില്ലായിരുന്നു വിളിച്ചാല്. നിങ്ങൾ അപ്പൊ തന്നെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തില്ലായിരുന്നോ? ഇല്ല, എനിക്കന്നേരം എനിക്ക് അവിടെ ഞാൻ ആദ്യമായിട്ട് വരുന്നേ അവിടെ, അപ്പൊ എനിക്ക് പോലീസ് സ്റ്റേഷൻ എവിടെയാന്ന് അറിയില്ല, ആരും ഒരാൾ പരിചയമില്ല എനിക്ക്. എന്നിട്ട് ഞാന് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് അന്നത്തെ രാത്രി അന്ന് 4:30 തൊട്ട് അവിടെ അന്ന് രാത്രി മൊത്തം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിറ്റേ ദിവസം ട്രെയിൻ കയറി ഞാൻ വീട്ടിലെത്തി.
നടക്കുന്ന കൊലപാതക പരമ്പരകൾ. ലഹരി വിഴുങ്ങുന്ന കേരളം. കുട്ടികൾക്ക് നേരെയും സ്ത്രീകൾക്ക് നേരെയും നടക്കുന്ന ലൈംഗിക ആക്രമണങ്ങൾ എന്നിങ്ങനെ നീളുന്നു കേരളത്തിന്റെ ദയനീയ അവസ്ഥ. കേരളത്തിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച കൊലപാതക പരമ്പരകൾ. 1968 മരിയക്കുട്ടി കൊലക്കേസ്, 1980 കരിക്കിൻവില്ല കൊലപാതകം, സുകുമാരക്കുറുപ്പ്, 2011 സൗമ്യ വധക്കേസ്, കൊല്ലം അഞ്ചൽ വധക്കേസ്, 2016 കൂടത്തായി കൊലപാതകം, 2022 പാറശാല ഷാരോൺ വധക്കേസ്, 2020 പാലത്തായി കേസ്, 2022 ഇലന്തൂർ നരബലി, തിരുവനന്തപുരം വെഞ്ഞാറമൂടിൽ നടന്ന കൂട്ടക്കുരുതി, കാലടി കൂടത്തിൽ വീട്ടിൽ നടന്ന ദുരൂഹ മരണങ്ങൾ, മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് കൈമനത്ത് നടന്ന ഒരു യുവാവിന്റെ കൊലപാതകം. എത്ര തന്നെ മൂടിവെച്ചാലും ഇന്നല്ലെങ്കിൽ നാളെ ദൈവത്തിന്റെ കയ്യൊപ്പോടുകൂടി തെളിവുകൾ പുറത്തുവരും. ഞങ്ങൾ ആരംഭിക്കുന്നു ദ റിയൽ ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലർ സ്റ്റോറി. മാധ്യമരംഗത്തെയും കലാസാംസ്കാരിക രംഗത്തെയും ഒട്ടനവധി പ്രമുഖർ അടങ്ങിയ ജേർണലിസ്റ്റ് ഗ്രൂപ്പാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. പ്രശസ്ത പത്രപ്രവർത്തകരായ ശ്യാം ബാബു, ജേർണലിസ്റ്റും സാഹിത്യകാരനും എഴുത്തുകാരനുമായ കൊല്ലം തുളസി, പ്രശസ്ത സംവിധായകൻ മേജർ രവി, സുപ്രീം കോടതി അഡ്വക്കേറ്റ് BA ആളൂരാൻ എന്നിവരടങ്ങുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ക്രൈം സ്റ്റോറി.